ഹായ് നമസ്കാരം, അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും അമ്മു വെയിലാണ് കേട്ടോ. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു നല്ലൊരു മരമുണ്ട്. ആ മരത്തിന്റെ മരത്തിന്റെ താഴെ നിന്നിട്ട് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഭയങ്കര സണ്ണിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ കാനഡയിൽ വന്നിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് വളരെ കുറേ കാര്യങ്ങൾ നിങ്ങളോടൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഓണം, ക്രിസ്മസ് അങ്ങനെയൊക്കെയുള്ള കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടാൻ കഴിഞ്ഞില്ല. അത് കാരണം കുറേ ഉണ്ട്. കാര്യം നമ്മുടെ സമയത്തിൻ്റെയും കാരണങ്ങളൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ വീഡിയോസ്, അതായത് നമ്മുടെ മുൻകാലത്ത് നമ്മൾ എടുത്ത വീഡിയോയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഓർമ്മ. സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഓരോ പ്രാവശ്യം നാട്ടിൽ നിന്ന് എല്ലാരും പറഞ്ഞു നിങ്ങൾ വീഡിയോ ഇടാത്തെന്താ. അതെ അപ്പം ഞങ്ങൾ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി ശരിക്കും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അതെ ഏതാ നമ്മുടെ ഓരോ വീഡിയോസ് നേരത്തെ എടുത്തു വെച്ച വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണൂ. എന്തായാലും നാട്ടിലെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ തൊടാനും നിങ്ങളുടെ അടുത്ത് എന്താ പറയുക വരാനും ഒക്കെ കഴിയാത്തതിൽ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. നിങ്ങളെ കാണാനൊക്കെ കൊതിയാവുന്നുണ്ട്, നമ്മുടെ സ്വന്തം സുഹൃത്തുക്കളെയും വീട്ടിലെ എല്ലാവരെയും. അപ്പോൾ എനിവേ എന്തായാലും അമ്മുവും ഇതാ വലുതായിക്കൊണ്ടിരിക്കുവാണ്. അമ്മു ഈ വീഡിയോയിൽ ഇപ്പം നിങ്ങളെ കാണുന്ന വീഡിയോയിൽ കുറച്ചുകൂടെ ചെറുതായിരിക്കും. എനിവേ എന്തായാലും ലേറ്റ് ആയിട്ടാണ് വീഡിയോ ഇടുന്നത്. എനിവേ എന്തായാലും നിങ്ങളെ വീഡിയോ കണ്ടുവരൂ. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം. അപ്പം വീഡിയോ കണ്ടുവരും. അങ്ങനെ നമ്മുടെ സദ്യ എല്ലാവരും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും വിളപ്പി കൊടുത്തു. നമ്മളുണ്ടാക്കിയ ബോളി എല്ലാം പോയി, തീർന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മുടെ ഒരു ഓണം പരിപാടി നമ്മൾ കഴിഞ്ഞു. ഇത് നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് സദ്യയൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ഓണം കൂടാൻ പോവുകയാണ്. അപ്പൊ എന്താ പറയാ, എന്തെങ്കിലും പറയാനുണ്ടോ? അതന്നെ. അപ്പൊ സദ്യ കഴിക്കാനും നമുക്ക് ചെറിയ ഓണം പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിപ്പോ ഒരു ചെറിയൊരു പാർക്കിൽ വന്നിരിക്കുവാണ്. പിന്നെ വേറെ എന്താ പറയാനുള്ളത്? നാട്ടിലെ എല്ലാവർക്കും വേണ്ടിട്ട് ഒരു ഹാപ്പി ഓണം പറഞ്ഞൂടെ? അപ്പൊ നാട്ടിലെല്ലാരും സദ്യയൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കാവും, ഉറങ്ങിയാവും. നമ്മളെ വീഡിയോ എപ്പോഴാണ് ഇടുന്നതെന്ന് അറിയില്ല. എന്നാലും എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞു. ഓണം വന്നല്ലോ. ഇവരൊന്നായിട്ടില്ലടാ. ഹലോ ഹാപ്പി ഓണം. വീഡിയോഗ്രാഫർ മാത്രം ഡ്രസ്സൊക്കെ മാറി നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കതാ. സംഭവം കണ്ടോ? ഒന്ന് കല്യാണം കഴിഞ്ഞെന്ന് കാണിക്കാൻ അല്ലേ? പക്ഷെ ഞങ്ങളെ ചേച്ചീനെ വിളിക്കൂ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഓണത്തിന് ഇങ്ങനെ ഇത്രയും വിഭവങ്ങളൊക്കെ ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമോ? ഇത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇത് ബ്രഞ്ചായി. അതെ ഇത് വാഴയ്ക്കാ തോരൻ, സൂപ്പർ വാഴയ്ക്കാ തോരൻ, പപ്പടം പപ്പടം പിന്നെ നമ്മുടെ ഇഡലി. പൂ പോലില്ല ഇഡലി. പിന്നെ നമ്മുടെ സാമ്പാർ. പിന്നെ നമ്മുടെ ചട്ടി. അല്ല അത് ഞാൻ എടുത്തു.
ഇത് കാണുമ്പോഴും ഇത് കഴിക്കാൻ പോകുമ്പോഴും അമ്മയെ ശരിക്കും മിസ് ചെയ്യണുണ്ട്. കാര്യം ഇത് അമ്മ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഇപ്പോൾ ഇന്നലെ മീനും നമ്മളെല്ലാവരും കൂടെ ഇന്നലെ നമ്മൾ രാത്രി കുക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി എന്തായാലും അടിപൊളിയാണോ? സൂപ്പർ. അപ്പൊ ഇത് ഈ പായസവും ഈ വാഴക്ക തോരനും ഇച്ചിരി പപ്പടവും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനാണ് സുഖം. നല്ലോണം മിക്സ് ചെയ്യണം. എങ്ങനെയുണ്ട്? സൂപ്പർ. അങ്ങനെ നമ്മളിതാ കുറച്ച് സാധനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിനായിട്ടുള്ള സദ്യ നമ്മൾ പുറത്തുനിന്നാണ്. കാര്യം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ രാവിലെ വീട്ടിൽ കുക്ക് ചെയ്തു. അല്ലാതെ നമ്മുടെ സദ്യ പുറത്തുനിന്ന് കേരള കഫേ അല്ലേ? കേരള കഫേ. അപ്പോൾ കേരള കഫേയിലെ ഫുഡാണ് നമ്മളിപ്പോൾ സദ്യയാണ് പറഞ്ഞിരിക്കുന്നത്. 24 കൂട്ടൻ സദ്യ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം 9 പേർക്ക് പറഞ്ഞിരുന്നു. ഇന്നലെ വിളിച്ച് അത് 8 ആക്കി, ഒരു നമ്പർ വെട്ടിക്കുറച്ചു. അപ്പോൾ നമ്മളിതാ കേരള കഫേയിലേക്ക് നേരെ പോവുകയാണ്. അപ്പോൾ മീനു അവരെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേരള കഫേയിലും പോയി മന്ദാഹിനിയെയും കൂടെ ഒന്ന് വിളിക്കാനാണെന്നുണ്ടെങ്കിൽ ആഗ്രഹമുണ്ട്. മന്ദാഹിനി ഉണ്ടെങ്കിൽ മന്ദാഹിനിയെ ഒന്ന് വിളിച്ചിട്ട് വരണം. അപ്പൊ ഇതൊക്കെയാണ് പരിപാടി. അപ്പൊ നേരെ നമ്മളിപ്പോ കേരള കഫേയിലേക്ക് പോവാണേ. ഗേസ് അങ്ങനെ ഫുള്ള് തിരക്കാ അവിടെ. അങ്ങനെ സാധനം കിട്ടിയില്ല. അപ്പോ നമ്മൾ വിചാരിച്ചു നമ്മുടെ ഒരു മന്ദാഹിനിയായിട്ടുള്ള ഒരു ബന്ധം പുലർത്താൻ വേണ്ടിട്ട് അത് നല്ലൊരു കിട്ടില്ല നമുക്ക് അറിയണ്ടേ. അതെ. അപ്പോൾ നമ്മള് ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ സാധനം അവിടെ ഒരു 10-15 മിനിറ്റിൽ റെഡിയാവുമെന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അരി മേടിക്കാൻ പോയതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ചുമ്മാ തമാശയൊക്കെ പറഞ്ഞതാണ്. സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഭയങ്കര തിരക്കാണ്. ഇവര് ഇങ്ങനെ ഒരു തിരക്ക് ഇവരെ കണ്ടിട്ടില്ല അല്ലേ? ഇങ്ങനെ ചരിത്രത്തിൽ. അതെ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ സംഭവം. എന്തായാലും നമ്മൾ ഒരു വേറൊരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് 10 മിനിറ്റിൽ. അപ്പോൾ റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോവാണേ. ായിരുന്നേ നല്ല ചൂടാണോ? പിടിക്കോ ചൂടുണ്ട് അടിപിടിക്കില്ലേ? അല്ലേ താഴെ വെച്ചോ വിട്ടു ഇത്ര ചോറ്. അങ്ങനെ നമ്മുടെ ചോറും കിട്ടിയിരിക്കുവാണ്. അങ്ങനെ സദ്യ റെഡിയാണ്. ഡിക്കിയിൽ വെച്ചു. ഇനി നേരെ വീട്ടിലേക്ക് പോകുന്നു. നമ്മളിന്നിപ്പോൾ വീട്ടിലല്ല സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നത്തെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോയി ചെറിയ കലാപരിപാടികളൊക്കെ ആയിട്ട് പുറത്ത് പ്ലാൻ ചെയ്യാന്നുള്ള സെറ്റാണ്. അപ്പോൾ നേരെ വീട്ടിൽ പോകുന്നു. നമ്മളെല്ലാം കൂടെ എടുത്തിട്ട് പുറത്ത് പോകുന്നു. അതാണ്. തൊട്ടടുത്തൊരു പാർക്കുണ്ട്, അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും വീട്ടിൽ പോയി സാധനങ്ങളെല്ലാം, അതായത് ഈ സാധനങ്ങളെല്ലാം കയറ്റി, നമ്മളെ ഡിക്കിയിലും സാധനം കയറ്റി, അതെ നിങ്ങളെയും ബാക്കിൽ ഉള്ള സാധനങ്ങളും എല്ലാ സാധനങ്ങളും കൂടെ നമ്മൾ വണ്ടിയിൽ കയറ്റി. കാര്യം നമ്മൾ ആണുങ്ങൾ പെട്ടെന്ന് ഇറങ്ങും, പെണ്ണുങ്ങൾ അറിയാലോ. അതെ അതെ. അപ്പൊ അങ്ങനെ എല്ലാം റെഡിയാക്കി നമ്മളിതാ വീണ്ടും തിരിച്ച് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. നമ്മൾ രാവിലെ പോയി നോക്കിയിരുന്നു ഒരു സ്പോട്ട്. അവിടെ പോയി, അവിടെ കുറച്ച് മലയാളീസും കൂടെ നമ്മൾ ജസ്റ്റ് പോയി നോക്കി അവിടെ തിരക്കുണ്ടോ എന്നുള്ളത് ജസ്റ്റ് നോക്കിയായിരുന്നു. അപ്പോൾ അവിടെ കുറേ മലയാളീസൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരൊന്ന് ഇച്ചിരി സ്പേസ് ഉണ്ട്, നിങ്ങൾ ഇവിടെ കൂടിക്കോളാൻ പറഞ്ഞു.
അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. ഇനി അവിടെ പോയിട്ട് കാണാം. സാധനങ്ങളൊക്കെ വാങ്ങിട്ട് പോകണം. ഫുഡ് കണ്ട ഇത്രയും പേര് അധ്വാനിക്കുവാണ്. ഞാനാണ് ഭയങ്കര ജോലി ചെയ്യുന്നത്. ഇത് ഒരു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു പാർക്കാണ്. അവിടെ ഇപ്പോൾ ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ അവിടെ ജസ്റ്റ് പോയി നോക്കിയിരുന്നു. അപ്പോൾ കുറച്ച് മലയാളീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും വിചാരിച്ചാൽ അവിടെ കൂടാമെന്ന് വിചാരിച്ചു. നമ്മൾ എപ്പോഴും വീട്ടിൽ എന്താ പറയുക, നമ്മുടെ ഹോളിലൊക്കെ ഇരുന്ന് എപ്പോഴും കഴിക്കുന്നതാണല്ലോ. ഇതൊരു വ്യത്യസ്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും ഇവിടെ വെച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചു. ഒരു സൈഡിൽ ബാർബിക്യൂ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നേരത്തെ ടീമുകാർ ഈ പാർക്കിൻ്റെ തെക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വടക്ക് നമുക്ക് പാർക്കിൽ എന്തെങ്കിലും സ്പേസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ പോയി നോക്കാം. പിന്നെ പടിഞ്ഞാറ് ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. പടിഞ്ഞാറിലേക്ക് പോയാലും പൊന്നുകൂടെ കഴിച്ച് ഓക്കെ. ജെറൻ എന്താണ് പരിപാടി ഇവിടെ? റീലിന്റെ പരിപാടിയാണൊക്കെ. ഓക്കെ, നമ്മുടെ കലാപരിപാടികൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ കലാപരിപാടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങളെ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ വരും. ഓക്കെ ശരി, അപ്പൊ സെറ്റ് ആക്കാം അല്ലേ? പിന്നെ എപ്പോ തുടങ്ങിയാന്നറിയോ? കാറ്റല്ലേ? പല്ലി കഴിക്കാനാണ് ഭാരതം. എന്നാന്ന് എനിക്ക് മനസ്സിലാവണം. പറയാൻ 4-5 മാസം കഴിഞ്ഞാൽ ഒരു സദ്യ കഴിക്കാൻ പോണേ. അതിന്റെ ഫുള്ള് പക്ഷെ എനിക്ക് സത്യം, ഞാന് വീട്ടില് കുക്ക് ചെയ്യാന്ന് പറഞ്ഞു. നമ്മള് എല്ലാരും കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും കൂടെ ഒരുമിച്ച് ഇന്ന് കുക്ക് ചെയ്ത് അത് കഴിക്കുമ്പോ ഒരു അടിപൊളി സംഭവമാണ്. എനിക്ക് അതാണ് ഇഷ്ടം. പക്ഷെ മീനുവിന് എല്ലാവർക്കും നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം. ഓക്കെ ഫൈൻ, നമുക്ക് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ കേരള കഫേയിൽ പോയി പൊളിച്ച് ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നു. തൊട്ടപ്പുറത്ത് കുറച്ച് ആൾക്കാര് ഗ്രില്ലൊക്കെ ചെയ്യുന്നുണ്ട്. ഇച്ചിരി ചിക്കൻ കാലും കൂടെ കിട്ടിയാൽ എന്തെന്ന് ആലോചിച്ചോണ്ടിരിക്കും. ഇതിനകത്ത് ഹൈലൈറ്റ്സ് ഉണ്ട്. ഹൈലൈറ്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല ബോളി എന്തൊക്കെ പറഞ്ഞാൽ നമ്മള് ബോളി ഉറക്കൂല അല്ലേ? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ 1 മണി വരെ നമ്മള് കുക്ക് ചെയ്ത 2 മണി വരെയാണ് നമ്മള് ബോളി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്. നമ്മള് 2-3 ഇടത്ത് ചോദിച്ചു ബോളി ഉണ്ടോന്ന്, ഒരിടത്തും ബോളി ഇല്ലായിരുന്നു. നമ്മള് വിചാരിച്ച് ബോളി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ബോളി നമ്മള് യൂട്യൂബിൽ നോക്കി പഠിച്ച് ബോളി ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് ഇനിഷ്യേറ്റീവ് എടുത്തത് ഗോപിക ഇനിഷ്യേറ്റീവ് എടുത്തെങ്കിൽ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തത് മീനു ആണ് കേട്ടോ. മീനു, ഗോപിക, വിമല്. നീ എന്തോ ബോളിൽ എന്ത് ചെയ്തു? ബോളി മാവ് അടിക്കാൻ പോയത് ഞാനാണ്.
മാവ് വാങ്ങിയ ഞാനാ വണ്ടി ഓടിച്ചേ. അതെ ഇൻസ്പിറേഷൻ ഞങ്ങളായിരുന്നു ബോളി ഉണ്ടാക്കാൻ. തൃശ്ശൂർക്കാർ ഇതുവരെ ബോളി മാവ് വാങ്ങിയാൽ വണ്ടി ഓടിച്ചേ ഞാൻ. ഓക്കെ എല്ലാവരും ബോളി ഉണ്ടാക്കാൻ വേണ്ടി ഓരോ വിധത്തിൽ സഹകരിച്ചു. കൂടുതൽ ഏറ്റവും കൂടുതൽ സഹകരിച്ചത് അരുൺ ചേട്ടനാണ്. ആരെന്ത് പറഞ്ഞു? അരുൺ അങ്കിൾ പറയട്ടെ, അതിന്റെ മാവ് വാങ്ങാൻ വേണ്ടി വണ്ടി ഓടിച്ചു പോയത്. ശരി, അതില്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. കാർ ആരുടെ? കാർ എന്റെ. കാറും പെട്രോളും പീപ്പിൾ ചേട്ടന്റെ. ഓടിക്കാനാണ് കാര്യം. ശരി ശരി, ഇതിപ്പോ വാങ്ങിക്കൊണ്ടിട്ട് കാര്യമില്ല, ഉണ്ടാക്കണ്ടേ. അല്ല ഇവിടെ ലാസ്റ്റ് പോകുമ്പോ ക്രെഡിറ്റ് അവർക്ക്. ഇത് ഓണത്തല്ലിന്റെ ആണോ? കുഴപ്പമില്ല. $5. ഇത് രണ്ടും സെയിം ആണ്. ഇത് എപ്പോ വിളമ്പി തീരാണ് ആ ബിഗിരി സാധനത്തിന്? ഞാൻ കൈ വെച്ച് ഇങ്ങനെ എടുക്കട്ടെ, ആവുമ്പോ വലിയ കയ്യാ. പറക്ക് നല്ല ഇംഗ്ലീഷ് ആണല്ലോ. അയ്യോ മതി ഇട്ടോണ്ടിരിക്കണ ഉപ്പിട്ടാ അങ്ങനെ നമ്മുടെ സദ്യ എല്ലാരും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. മീനു, ഗോപിക, അലീന, അഞ്ജലി എല്ലാരും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാരും കഴിക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? സൂപ്പർ വൈബ്. ഇല്ല ഇല്ല വെറുതെ ഇല്ല വെറുതെ പറയരുത്. കാര്യമായിട്ടത് സൂപ്പറാണ്. അത് നീ കഴിച്ചില്ലല്ലോ. എന്നെ വെയിറ്റ് ചെയ്യും. ആരോട് പറ, ഫുഡ് എങ്ങനെയുണ്ട്? കൊള്ളാം. എന്ന് പറഞ്ഞാ നമ്മൾ 5 കൊല്ലമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സദ്യ സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കി. ആണോ? കാനഡയില് ഇതാ ചേട്ടൻ വിമൽ വന്ന് ഇവിടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാതെ. അങ്ങനെ പറയല്ലോ ഞങ്ങൾ തന്നെ തീർക്കാനുള്ള ഒരു ഫോട്ടോ എടുക്ക്. സദ്യ മൊത്തം ഉള്ള ഒരു ഫോട്ടോ എടുക്ക്. അതെ, ഫോട്ടോ എടുക്കും. സദ്യ മൊത്തത്തിലുള്ള ഒരു ഫോട്ടോ എടുക്ക്. ആദ്യമേ തന്നെ ഗണപതികളൊക്കെ കഴിച്ചല്ലോ. ഫുഡ് കഴിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഇത് പറയണം. ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു. ഓക്കെ അല്ലേ? അലീന ചേട്ടാ ഇവിടെ കണ്ടോണ്ടിരിക്കുക. ശർക്കര വരട്ടി എടുത്ത് കഴിച്ചിട്ടും തോനെ കൊള്ളാം. വിടകണ്ടേ? ഫേസ് കാണിക്കണ്ട. ഫേസ് കാണിക്കണ്ട. പുത്രിയുടെ ഇതിലേക്കൊന്ന് ഇത്തിരി നാരങ്ങ. ഇനിയിപ്പോ എന്നെ എടുക്കാത്ത കണ്ണു പിടിക്കണ്ട. ഇത്തിരി ഇത് പച്ചടിയും അച്ചാറ്, അവിയല്, എന്തത് എലിശ്ശേരി, പപ്പടം. പോയി. ക്യാമറ പോയി. അയ്യോ പാട്ട് വെച്ചില്ല നമ്മള്. പയാളാണ് അമ്മ. വേണം. ചേട്ടാ ചോറ് വെച്ചിട്ട് വേവ് കുറവുണ്ടെങ്കിലും അടിപൊളിയാണ്. ശ്രദ്ധ പോയി. ശ്രദ്ധ പോയി. എല്ലാവർക്കും വിളപ്പി കൊടുത്തു. എല്ലാവർക്കും വിളപ്പി കൊടുത്ത് അത്രയും നല്ല മനുഷ്യനാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മുടെ നമ്മളുണ്ടാക്കിയ ബോളി ഫോട്ടോ എടുത്തോ. ഇങ്ങോട്ട് വയ്ക്കേ. പൈസ എങ്ങനെയുണ്ട്? സൂപ്പർ. പഴവും പപ്പടവും. കഴിച്ചോ പഴം? ഇല്ലടെ, ഞാൻ മോര് കഴിച്ചിട്ട് പായസം കഴിക്കണം. പായസം കഴിച്ചിട്ട് മോര് കഴിക്കണം. ഒരു ചോറും മോരും കഴിച്ചിട്ട് പായസം കഴിക്കണം. നമ്മുടെ ചീഫ് ഗസ്റ്റ് പേരെന്താണ്? വിനു.
വിനു. എൻ്റെ ചേട്ടൻ്റെ പേരാ വിനു. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഓക്കെ, എവിടെയാ സ്ഥലം? എവിടെയാ? തൃശ്ശൂർ. തൃശ്ശൂർ അല്ലേ? ആ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. കാരണം നമ്മള് ഫുഡൊക്കെ കഴിച്ചു, അടിപൊളിയായിരുന്നില്ല? ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റല്ലേ? അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്താണ്? അടുത്ത പരിപാടി എന്റെ ഫോട്ടോ എടുക്കലട്ടാ. എന്റെ ഫോട്ടോ എടുക്കൽ. നിന്റെ ഒരു ഫോട്ടോ എടുപ്പും ഇല്ല. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞു. നിനക്ക് ഫോട്ടോ എടുത്തിട്ട് എന്തെടുക്കാൻ? ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആവാൻ. ആ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എവിടെയാണ് സ്ഥലം? ലണ്ടൻ. നാട്ടിലെ സ്ഥലം? നാട്ടില് തൊടുപുഴ. തൊടുപുഴ. എറണാകുളം. തൃശ്ശൂർ. തൊടുപുഴ. എറണാകുളം. ആര് പോലും ട്രിവാൻഡ്രം അല്ല. ഭയങ്കര വിഷമായി എന്തായാലും. നമ്മളതില് എന്തേ വരും. ഇനി എന്തായാലും ഫുഡ് എങ്ങനെയുണ്ട്? ആ, നല്ല. അങ്ങനെ ഈ ടീമുകളെല്ലാം ഇതാ റീലും പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അതായത് ഇവിടെ ഗ്രൗണ്ടിൽ വൻ പരിപാടികളൊക്കെ ആയിട്ട് മലയാളീസ് ഉണ്ട്, ലെബനിയൻസ് ഉണ്ട്, എല്ലാവരുമായിട്ട് വൻ പരിപാടികളാണ്. നമ്മുടെ ഓണപ്പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കുറേ നേരം ഫോട്ടോ എടുപ്പ് മാത്രമേ നടക്കണുള്ളൂ. ഈ പറഞ്ഞ എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ഉണ്ടോ? എന്ത് പരിപാടി? ഇതങ്ങനെ നമ്മളിതാ റീലൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. വൺ സീൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്നൊരു റീലെങ്കിലും എടുക്കും അറ്റ്ലീസ്റ്റ്. അല്ല പിന്നെ ഇതങ്ങനെ നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം സ്പൂൺ എങ്ങനെ എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പോവാം. അപ്പോൾ നമ്മുടെ ലെമൺ സ്പൂണ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, റെഡി. നിങ്ങൾ റെഡി ആവും. ഓക്കെ, എവിടെയാണ് ഇൻഡിങ്? എവിടെയാണ് ജെറിന്? ഇവിടെയാണ് അല്ലേ? ഈ മരം. ആ, റെഡി സ്റ്റാർട്ട്. ഗോ. അവിടെ മുഖം കാണട്ടെ എല്ലാത്തിന്റെ. കാണിക്കെന്തെങ്കിലൊക്കെ. ഭയപ്പെടരുത്. ഞാൻ മാത്രമേ ജയിച്ചോളൂ. ഞാനാണ് ജയിച്ചത്. ഞാനാണ് ആദ്യം ജയിച്ചത്. എന്നിട്ട് രണ്ടാമത് ഇവര് വേണം. ഞാനാണ് ജയിച്ചത്. ഞാൻ ആദ്യത്തെ ഗെയിമിൽ ഞാനാണ് ജയിച്ചത്. എന്നിട്ട് ഇവർക്ക് വീണ്ടും ഗെയിം വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവർക്കനുസരിച്ച് ഞാൻ നിൽക്കേണ്ടി വന്നു. അതാണ് എനിക്ക് പോയി പറ്റിപ്പോയത്. ക്ഷമിക്കണം കേസ്. എന്താ ഗെയിം പറ. തമ്മില് സാരി ഉടുപ്പിക്കും നിങ്ങൾ ആ പെണ്ണുങ്ങള് തമ്മില്. അപ്പൊ ഗേസ്, നമ്മൾ ആണുങ്ങൾ തമ്മിൽ സാരി ഉടുക്കണം എന്നാണ് നമ്മുടെ കുട്ടികൾ പറയുന്നത്. എനിവേ, ഞാൻ ബേസിക്കലി ഒരു സാരി ഉടുക്കാൻ നമുക്ക് ആർക്കും അറിയാത്തത് കൊണ്ട് അവിടെ വൻ പ്രശ്നങ്ങൾ നടക്കുകയാണ് ഗേസ്.
നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മളങ്ങനെ ഒന്നും ആരെയും ഒന്നും ചെയ്യാറില്ല. നമ്മൾ പാവപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ എനിവേ എന്തായാലും നമ്മൾ സാരി കൊടുക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ജെറിനാണ് ഇതിൻ്റെ ടീം ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജെറിൻ എവിടെ പോയിരിക്കുകയാണ്? ജെറിൻ മാറി നിൽക്കുകയാണ്. ജെറിനാണ് ഇതിൻ്റെ ടീം, ഇതിൻ്റെ മെയിൻ പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ജെറിൻ പറയാണ് അരുണാണ് അതിൻ്റെ ആളാണ്. അപ്പോൾ അരുൺ പറയൂ, എന്താണ് അതിൻ്റെ? ഇല്ല ക്യാമറ റണ്ണിങ് ആണ്, പറഞ്ഞാൽ മതി, കാര്യം പറഞ്ഞാൽ മതി. അതിന്റെ ടീം ലീഡർ അരുണാണ്. അപ്പൊ ജെറിൻ ഇല്ല എന്നാണ് അതിന്റെ പറയുന്നത്. 2 ടീമുണ്ട്. 2 ടീമുണ്ട്. ഓരോ ടീമിൽ ഓരോ ലീഡർ. ജെറിൻ ഒന്നിൽ അരുൺ, അഭിജിത്ത്. എനിക്ക് പ്രായമായിട്ടില്ല. ഓക്കെ. അപ്പൊ അവര് കടന്നു വരൂ. എന്താ പ്രൈസ്? പ്രൈസും കൂടെ പറയും. എന്താന്ന് പറ. ലിഫ്റ്റ് ഒന്നും വേണ്ട, ഗിഫ്റ്റ് മതി. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് തരുന്നത് അലീനയാണ്. അലീന ഗിഫ്റ്റ് പായസം സാമ്പാറും ഇത് ഒരു മാരത്തെ പരിപാടിയാണ്. ശരി, ഓക്കെ. ഫൈനൽ ഡിസിഷൻ അമ്മു ആണ് എടുക്കാൻ പോകുന്നത്. അമ്മു ആണ് ആർക്ക് സാരി എടുത്ത് കൊടുക്കണമെന്ന് അമ്മ പറയും. അടിപൊളി. അപ്പൊ എന്റെ ടീമിൽ വന്നിരിക്കുകയാണ്. അപ്പൊ സാരി എനിക്കറിയില്ല എങ്ങനെ സാരി സാരിക്ക് 2 സാരി ഉള്ളു. പിന്നെ ദൈവമേ, ഇതെങ്ങനെയാണ്? നിങ്ങൾ മറ്റേ 2 പ്രാവശ്യം ഇങ്ങനെ മടക്കിയിട്ടാണോ? റെഡി 1 2 3 സ്റ്റാർട്ട്. ഇത് മറ്റേ കഥകളിൽ വേണ്ട. നിന്നെ ഇത് മറ്റേ ഞൊറിയിടുന്നു. എന്താണ്? ഇവരിതെന്താണ് കാണിക്കണ? എന്നാ സിമ്പിളാണ് നമ്മള് പൊളിച്ചു പോണേ. ഗംഭീരായിട്ടുണ്ട് കേട്ടോ. ഇനി സുന്ദരിക്ക് പൊട്ടുതൊടലാണ്. അപ്പോ ഒരു സുന്ദരി അല്ലാത്ത സുന്ദരി ഒരു സുന്ദരിക്ക് പൊട്ടുതൊടാൻ പോവാണ്. അതെന്തായാലും മാറ്റില്ല പറയും. കറക്റ്റടാ. കറക്റ്റാ. അത് തന്നെ. ഇതെവിടെ ഇപ്പുണ്ട് സുന്ദരി? കറക്റ്റ്. അവിടെ തന്നെ. ഫ്രണ്ട്. റൈറ്റ്. നീ ബാക്കിലേക്ക് തീരൂല്ലേ? നേരെ വാ. സ്റ്റോപ്പ്. ഇനി ടേൺ ലെഫ്റ്റ്. കറക്റ്റ്. സ്ട്രൈറ്റ്. ഇനി സ്ട്രൈറ്റ്. ഇനി റൈറ്റ്. റൈറ്റ്. ഇനി ലെഫ്റ്റ്. ഇനി ലെഫ്റ്റ്. നേരെ.
ആ ഇനി കണ്ടു തുറ ഇനി തുറ ഇനി തുറന്നോ ഇനി തുറന്നു ഇനി തീരു തുറന്നോ അതേനാ ആ ടൈം ഔട്ട് ടൈം ഔട്ട് ടൈം ഔട്ട് ടൈം ഔട്ട് ടൈം ഔട്ട് തൊട്ട് ഫ്രണ്ടില് നീ തൊട്ടു നോക്കല്ലേ കള്ളക്കളിയാണ് ചേട്ടാ. അതൊന്നുമില്ല കറക്റ്റ് ചേട്ടാ. അങ്ങ് തൊട്ടടി അതൊന്നും പറ്റില്ലാട്ടാ നീ. ഒരുപാട് പരിപാടിയായിപ്പോ. കറക്റ്റ് തന്നെ കേട്ടാ. ഇനി ലെഫ്റ്റ് 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 പോ. ഒറ്റ കുത്ത അവര് മരത്തെ പരിപാടി ആ കഴിഞ്ഞേ കറക്റ്റായിട്ട് കുത്തി. ആദ്യം കുത്തിയ കറക്റ്റ് ആയിരുന്നു. ആ ഇത് കറക്റ്റ് കറക്റ്റ്. ലെഫ്റ്റ് പോ, ഞാൻ പറയുന്ന പോലെയൊക്കെ. ആ റൈറ്റ് 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 എല്ലാം പോയി തീർന്നു. വായിൽ തന്നെ കൊണ്ട് വെച്ചോളൂ. ഇനി വെച്ചോ. ഒറ്റ വെപ്പ് തൊടാൻ പറ്റില്ല. ഒറ്റ വെപ്പ് തൊട്ട് കൊടുക്കല്ല. മരേതാന്ന് അറിയണ്ടേ? ആ കറക്റ്റ് അത് കറക്റ്റ് തന്നെ. എവിടെയത് കറക്റ്റാ പിരികം. നേരെ നേരെ. ഓ കറക്റ്റ് കേട്ടാ. ഓ കറക്റ്റ് കേട്ടാ. ഇതെങ്ങനെ പറ്റിയത്? സുന്ദരി ഇപ്പൊ ഓടിപ്പോവും. ആ കറക്റ്റ്. എവിടെ വരൂ ഓ കണ്ടുപിടിച്ചേട്ടാ. എണ്ണ എടുക്കണം എണ്ണ എന്റെ മോനെ ഇതിലായിരുന്നു സെല്ലോ ടൈം. ആ കറക്റ്റ് കറക്റ്റ് അതന്നെ കറക്റ്റ് കറക്റ്റ്. പേപ്പർ എവിടെ? ഓക്കെ ഇവിടെയാണോ? ആ തൊട്ടോ. ഓ കറക്റ്റ് കറക്റ്റ് ഡേ കറക്റ്റ് 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 തന്നെ കേട്ടാ. കണ്ണില്ല തൊടാനൊന്നും പാടില്ല. എടേ ഇത് അളക്കുന്നു കൈ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച്. ആ കറക്റ്റ്. ആ സൂപ്പർ. സിന്ദൂരമാണ് വെച്ചാ കണ്ണോണ്ട മോളിലാടാ. കണ്ണോണ്ട മോളില ആ കണ്ണോണ്ട മോളില. ആ ഇതെവിടെയാ നോക്ക്. പല്ലില്. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു, നമ്മളെ ഗെയിമൊക്കെ കഴിഞ്ഞു, നമ്മള് റീലെടുത്തു. അങ്ങനെ ചെറിയ 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 സന്തോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് പോവുകയാണ്. ഇനി എന്തായാലും നാട് നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിലെ അച്ഛനും അമ്മയും ഫാമിലിയും എല്ലാം, മീനുവിൻ്റെ വീട്ടിലെ എല്ലാവരെയും ശരിക്കും മിസ് ചെയ്യണമുണ്ട്. അടുത്ത വർഷമെങ്കിലും
നാട്ടിൽ ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി എന്തായാലും നമ്മളിനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മളിവിടെ നിന്ന് പോകുന്നതാണ് അല്ലേ? ഭയങ്കര കളറായിരുന്നു. അതെ അതെ, കാര്യം ഇത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് ഇല്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് കേട്ടോ. കാര്യം നമ്മളെ നാട്ടില് കഴിഞ്ഞ വർഷം ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ചു. അതെ തകർക്കണം, അതെ പൊളിക്കണം. മലയാളികളുള്ള എല്ലാവരും കൂട്ടായ്മ ഉത്സവമാണ് ഓണം. അതെ അതെ, നമ്മൾ തകർത്തടിക്കണം. അത്രേ ഉള്ളൂ. പക്ഷെ ഇത്രയും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാനഡയിൽ വന്നിട്ട് ഇത്രയും നമുക്ക് നല്ലൊരു സുഹൃത്ത് ബന്ധങ്ങളും നമുക്ക് ഓണം അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് നമ്മുടെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നത് കേട്ടോ. എല്ലാ ദിവസങ്ങളും നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച്. അതെ 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 അതെ, ഞാൻ പറയായിരുന്നു അടുത്ത വർഷം നാട്ടില് ആണെന്ന്. അതെല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ? അല്ല, അത് നമ്മള് എല്ലാം നമ്മൾ വിചാരിക്കുന്നത്. അതെ അതെ. പായസം പൊതിഞ്ഞെടുത്തോ? അപ്പം ഹാപ്പി ഓണം. ബൈ ബൈ. ഹാപ്പി ഓണം. ബൈ. എന്റെ പേര് അരുണൻ. ഓക്കെ, കാണാം. ഹാപ്പി ഓണം. അതെ അതെ അതെ, ഹാപ്പി ഓണം. 2000 രൂപ അങ്ങ് അയച്ചു തന്നേക്കാം. ശരി, ഓക്കെ. അതിനിപ്പോ വിഷുവിന് ഒരു 3000 ഓക്കെ. ബൈ ബൈ.